നമസ്കാരം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അശ്രദ്ധമായിട്ടാണ് ആ രണ്ടുപേര് ആ മെയിൻ റോഡിലേക്ക് ചെറിയ റോഡിൽ നിന്ന് വന്ന് കയറുന്നതെന്ന് കണ്ടു. ആ ഡ്രൈവർ, ആ ബസ്സിൻ്റെ ഡ്രൈവർ ലേശം അശ്രദ്ധ അല്ലെങ്കിൽ അയാൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര ദാരുണമായൊരു സംഭവം ഈ റോഡിൽ ഉണ്ടാകുമായിരുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. കാരണം ഇപ്രകാരത്തിൽ ധാരാളം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ മിക്കവാറും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബൈ റോഡിൽ കൂടി വന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കാതെ റോഡിലേക്ക് കയറും. മെയിൻ റോഡിൽ വരുന്ന ആളുകൾ അവർക്ക് കാര്യമായിട്ട് ഈ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ശ്രദ്ധയോടെ ഓടിക്കണം. എന്നാൽ പോലും അവരുടെ റോഡ് മെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് അവരതിലൂടെ ഓടിച്ചു വരും. സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ കയറിയ അപകടം ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. നമ്മുടെ ന്യൂജൻ കുട്ടികൾ, പുതിയ കുട്ടികൾ, അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത വലിയ സ്പീഡുള്ള വാഹനങ്ങളും ബൈക്കുകളൊക്കെ ഓടിച്ച് വീട്ടിൽ മാതാപിതാക്കളോടൊക്കെ വഴക്കുണ്ടാക്കി ഇപ്രകാരത്തിലുള്ള ബൈക്കുകളൊക്കെ വാങ്ങിപ്പിച്ച് അവർ ഇങ്ങനെ വളരെ സ്പീഡിൽ ഓടിക്കുന്ന ഒരവസ്ഥ കാണുന്നു. പലപ്പോഴും അവർക്ക് ഇതുപോലെ ബൈ റോഡിൽ നിന്ന് ഇതുപോലുള്ള മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അവർക്ക് അവരുടെ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. കാരണം അത്രയും പവറുള്ള ബൈക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ എപ്പോഴും ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്നുണ്ടോ അവിടെ അവകാശം കൂടുതൽ മെയിൻ റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾക്കാണ്. അവർ നേരെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളാണ് ശ്രദ്ധിച്ച് ഇരുവശങ്ങളും നോക്കി, റോഡിൻ്റെ ഇരുവശങ്ങളും നോക്കി വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മെയിൻ റോഡിലേക്ക് കയറുക. പ്രകാരമുള്ള അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കാതിരിക്കുക. താങ്ക് യു.